ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കുറച്ച് കാലം മുന്നേ കണ്ടതാണ് മാരുതി സുസുക്കിയുടെ വിക്ടോറസ് എന്ന് പറഞ്ഞ SUV. ഈ വണ്ടി ഇനിയിപ്പോൾ ഇൻ്റർനാഷണലി പല മാർക്കറ്റ്സിലും അക്രോസ് എന്ന് പറഞ്ഞ പേരിൽ പോകുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിൽ ഇപ്പോൾ ഈ വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ പ്രൈസ്, ബാക്കി ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും അറിയാം. സത്യം പറഞ്ഞാൽ പ്രൈസ് മാത്രമേ അറിയാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് പ്രൈസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 8-10 ദിവസം മുന്നേ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. കാരണം അതിൻ്റെ അകത്തുണ്ടായിരുന്നതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസിങ്ങാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സെയിം ഗ്രാൻഡ് വിറ്റാരയുടെ ഒക്കെ സെഗ്മെന്റിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടി അരീന ഡീലർഷിപ്പ് വഴിയായിരിക്കും വരുന്നത്. ഗ്രാൻഡ് വിറ്റാര നെക്സ്റ്റ് ഔട്ട്ലെറ്റ്സ് വഴിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൊയോട്ട റീവാസ്റ്റ് വേർഷൻ ഉണ്ടാവുമെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല, കാരണം ടൊയോട്ടയ്ക്ക് ഓൾറെഡി ഹൈറൈഡർ ഉണ്ട്. ഇനിയിപ്പം സെയിം സെഗ്മെന്റിലേക്ക് ടൊയോട്ടയ്ക്ക് ഒന്നാമത്തെ കാര്യം ഒറ്റ ഡീലർഷിപ്പേ ഉള്ളൂ. അല്ലാതെ ഇവരെ പോലെ ഒരു പ്രീമിയം, ഒരു നോർമൽ എന്നൊക്കെ പറഞ്ഞ് 2-3 സ്ഥലങ്ങളൊന്നും ഇല്ല. സോ ഇനിയും ഒരേ ഡീലർഷിപ്പിൽ തന്നെ രണ്ട് സെയിം കാറ്റഗറിയിലുള്ള വണ്ടി കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരിത് ഉപയോഗിക്കുന്നു. എനിവേ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ കാണാൻ അത്യാവശ്യം നല്ലതാണ്. നമുക്കൊരു ചെറിയ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഫ്രണ്ട് ഡിസൈൻ. റിയർ ഡിസൈൻ ഇത്തിരി ആവറേജ് ആണ്. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കുറച്ച് പേർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും അല്ലാതെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇവരൊരു കുറവും വരുത്തിയിട്ടില്ല. നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിലുള്ളതും കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡ്രൈവർ സീറ്റ്സിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ഡിഗ്രി ക്യാമറ, വയർലെസ് ചാർജർ എന്ന് പറയേണ്ട അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അഡീഷണൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമിങ് RVMs, പാനോറാമിക് സൺറൂഫ്, അങ്ങനെ. പിന്നെ പുതിയതല്ല, കൈൻഡ് ഓഫ് പുതിയതെന്ന് പറയാം. ഒരുപാട് ബെസൽസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. 10.1 ഇഞ്ചസിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റൽ സിസ്റ്റം വന്നിട്ടുണ്ട്. അതും പുതിയ ഡിസൈനാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മാറി, നമ്മുടെ ഓട്ടോ AC-യുടെ പാനലിൻ്റെ ഡിസൈൻ മാറി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഡിസൈൻ ആണെങ്കിലും നമുക്ക് വേറൊരു വണ്ടിയിൽ നിന്ന് അതുപോലെ എടുത്ത് വെച്ച പോലെ തോന്നുന്നില്ല. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അവർ അതിനകത്തും കൊടുത്തിട്ടുണ്ട്. അഗെയിൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് താൻ പ്രൈസ് പറയാത്തതെന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഇപ്പോൾ കാരണം നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്ന തന്നെ പ്രൈസിൻ്റെ ബേസിസിലാണല്ലോ. ഏതായാലും ഇനിയിപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് പ്രൈസിലേക്ക് തന്നെ കിടക്കാം. പ്രൈസ് അറിയുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഒന്ന് 1.5 ലിറ്റർ NA പെട്രോൾ ആണ്. അതിനകത്ത് കിട്ടുന്ന 5 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്കും ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ്. ടൊയോട്ടയുടെ ആണ്. 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് 115 PS പവർ ഒക്കെ കിട്ടുന്നുണ്ട്. ECVT ട്രാൻസ്മിഷനാണ് വരുന്നത്. അതിന് പുറമെ നമുക്ക് ഓൾ വീൽ ഡ്രൈവും അതുപോലെ CNGയും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. CNG മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓൾ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത്രയാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇനി നമുക്ക് പ്രൈസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വേരിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. LXi, VXi, ZXi. പിന്നെ ZXi ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാനോറാമിക് സൺറൂഫ് ആണ്. അത് കഴിഞ്ഞ് ZXi പ്ലസ് ഉണ്ട്, ZXi പ്ലസ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 10.499, അതായത് 10.5 lakhs ആണ് എന്ന് നമുക്ക് പറയാം. LXi മോഡലാണ്. 5 സ്പീഡ് മാനുവലാണ് അതിനകത്ത് വരുന്നത്. മാനുവലിൻ്റെ തന്നെ മാക്സിമം ZXi പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡലിൻ്റെ പ്രൈസ് വന്ന് 15.82 lakhs വരെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട് 1.5 NAയിൽ. പക്ഷേ അത് വരുന്നത് VXi മോഡൽ തൊട്ടാണ്. LXiയിൽ കിട്ടില്ല. അതിന് മുകളിലേക്കുള്ള എല്ലാ വേരിയൻസിലും ഓട്ടോമാറ്റിക് ഉണ്ട്. ആൻഡ് 13.36 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 17.77 lakhs എക്സ്ഷോറും വരെ പോകുന്നുണ്ട്. നമ്മളീ പറയുന്ന എല്ലാം എക്സ്ഷോറും പ്രൈസാണ്. മാത്രമല്ല ഇതെല്ലാം ഇൻട്രോഡക്ടറി പ്രൈസസും കൂടെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞവർ ഇതിൻ്റെ പ്രൈസ് ഇത്തിരി കൂടെ കൂട്ടുമായിരിക്കും. ഇത് പിന്നെ 10.5 lakhsൻ്റെ അകത്ത് വരാനുള്ളൊരു കാരണം GST കുറഞ്ഞതാണ്. ഏകദേശം ഒരു 40-50,000 അവർക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് 11.4 lakhsന് എടുത്ത വഴിയായിരുന്നു. സോ 10.9 lakhsന് എടുത്ത് അങ്ങനെ വേണമെങ്കിൽ അവർക്ക് പിടിക്കാം. അതല്ലാതെ പിന്നെ വണ്ടി ഇറക്കുന്നതിൻ്റെ ഒരു ചെറിയ ഡിസ്കൗണ്ട്, അതായത് അരീന ഡീലർഷിപ്പ് വഴി വരുന്നതിൻ്റെ കുറച്ച് ഇളവും എന്തായാലും കൊടുത്തേക്കാം. അങ്ങനെയാണ് ഈ 10.5 lakhsൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വന്ന് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കൂടും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഓൾ ഗ്രിപ്പ്, അതായത് അതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് പവർ ട്രെയിൻ കിട്ടുന്നുണ്ട്. അതൊക്കെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. 18.64 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 19.22 lakhs വരെ പോകുന്നുണ്ട്. അഗൈൻ അതും എക്സ്ഷോറും പ്രൈസ് തന്നെയാണ്. ഇനി അടുത്ത് വരുന്ന CNG ആണ്. CNG 11.5 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LXi മോഡൽ. അതിൻ്റെ മാക്സിമം നമുക്ക് ZXi വേരിയൻറ്റ് വരെയാണ് കിട്ടുന്നത്. 14.57 lakhs ആണ് എക്സ്ഷോറും പ്രൈസ് വരുന്നത്. അതിൻ്റെ മുകളിലത്തേക്കുള്ള വേരിയൻസ് ഇപ്പോൾ ZXi ഓപ്ഷൻ ആണെങ്കിൽ, അതായത് പാനോറാമിക് സൺറൂഫുള്ള മോഡലും നിങ്ങൾക്ക് ഈ CNG മോഡലിൽ കിട്ടുന്നതായിരിക്കില്ല. പിന്നെ ഇതിൻ്റെ CNG ടാങ്ക് താഴെയാണ് വരുന്നത്. അതുകൊണ്ട് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവില്ല, നിങ്ങൾ CNG ആണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ECVT ട്രാൻസ്മിഷനിൽ വരുന്ന ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ്. VXi മോഡൽ ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ZXi പ്ലസ് ഓപ്ഷൻ വരെ അത് അവൈലബിൾ ആണ്. 16.38 lakhsലാണ് എക്സ്ഷോറും സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 19.99 lakhs വരെയാണ് അതിൻ്റെ എക്സ്ഷോറും പ്രൈസ് പോകുന്നത്. അതായത് ഓൾമോസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് ആണ്. ടോപ്പിൻ്റെ ഒക്കെ 20 lakhs എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ആ ഒരു ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. ഇനിയും അത് കൂടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മോശമായി പോകും.
ബാക്കി കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടെ പ്രൈസ് കൂടി പോകുമല്ലോ. പൊതുവേ നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ സാധാരണ കിട്ടാറുള്ളത് ഇതിൻ്റെ അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ടെർബോ പെട്രോൾ എഞ്ചിൻസ് ആണ്. 1.5 ടെർബോ പെട്രോളൊക്കെയാണ് വരാറുള്ളത്. എന്തായാലും ഇതിനകത്ത് ടെർബോ ഒന്നുമില്ല, ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 28-നടുത്ത് അവർ എഫിഷ്യൻസി ക്ലെയിം ചെയ്യുന്നുണ്ട്. 25-ൻ്റെ അടുത്തൊക്കെ നമുക്ക് സുഖമായിട്ട് വേണമെങ്കിൽ കിട്ടും. ഈവൻ നോർമൽ ഓട്ടത്തിൽ വേണമെങ്കിൽ 30 വരെയൊക്കെ നിങ്ങൾക്ക് മൈലേജ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അത്രയും എഫിഷ്യൻ്റ് ആണിത്. പിന്നെ 1.5 എണ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഗ്രാൻഡ് വിറ്റാരയൊക്കെ കുറച്ചും കൂടെ താഴത്താണ് ഇതിൻ്റെ എല്ലാ വേരിയൻസിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. പക്ഷേ പൊതുവേ ഞാൻ അതിൻ്റെ ടോപ്പ് എൻഡ് ഒന്നും എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ അതിലും നല്ലത് കുറച്ചും കൂടി ഇപ്പോൾ ഓട്ടോമാറ്റിക് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്ത് വേണമെങ്കിൽ ZXi ഓപ്ഷനൊക്കെ എടുക്കാം നമുക്ക് ഹൈബ്രിഡിൽ. ഇനി അതല്ലെങ്കിൽ ZXi എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഹൈബ്രിഡാണ് കുറച്ചും കൂടെ ഒരു ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള രീതിയിൽ നല്ലത്. നിങ്ങൾ ഒന്നാമത് അത്രയും പ്രൈസ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ZXi പ്ലസ് ഓപ്ഷണലിൻ്റെ പ്രൈസും അതുപോലെ നമ്മുടെ ZXiയുടെ പ്രൈസും ഒക്കെ ഏകദേശം സെയിം ആണ് ഹൈബ്രിഡിൻ്റെ അതുപോലെ എണ്ണ പെട്രോളിനും വരുന്നത്. സോ കൂടുതലും ഹൈബ്രിഡ് തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പ്രൈസിൻ്റെ ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും. പിന്നെ ഞാനിതിൻ്റെ പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് എന്തടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നിക്കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോയുടെ ഒരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാം. ക്ലിപ്പല്ല, അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു എന്നുള്ളത്. ഞാൻ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ബേസ് മോഡൽ 20,000 രൂപ ഒരു ഇത്തിരി കൂടുതലായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം 10.5 lakhs സ്റ്റാർട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ഈവൻ VXi മോഡലാണെങ്കിൽ പോലും അതിലും ആകെ 20,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അതിന് മുകളിലേക്ക് വരുമ്പം 50,000 രൂപ, ചില സ്ഥലങ്ങളിൽ 40,000, 30,000 അത്രയൊക്കെ വെച്ചാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചില വേരിയൻസിൻ്റെ പ്രൈസ് എക്സാക്ട്ലി സെയിം 2,000-3,000 രൂപയുടെ വ്യത്യാസത്തിലൊക്കെ വന്നിട്ടുണ്ട്. സോ അത്രയും നമ്മളിപ്പോൾ നോക്കിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അത്രയും ഉദ്ദേശമുള്ളൂ. അല്ലാതെ വെറുതെ എവിടുന്നോ പൊട്ടിമുളച്ച് വന്ന പ്രൈസൊന്നും അല്ലായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. എനിവേ ഇതാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. നിങ്ങൾ ഈ വണ്ടിയായിരിക്കും ചൂസ് ചെയ്യുന്നത് അതോ ഇനിയിപ്പോൾ ഗ്രാൻഡ് വിറ്റാര തന്നെ പ്രിഫർ ചെയ്യോ, ഗ്രാൻഡ് വിറ്റാരയ്ക്ക് അപ്ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യോ എന്നൊക്കെ ഉള്ളത് പറയാം. എന്തായാലും അതിനകത്ത് ഇനിയിപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് വരാനുള്ള സമയമായി. കാരണം ഈ വണ്ടി വളരെ നല്ലതാണ്. നമുക്ക് ഈ അടുത്ത് ഒരു ഗ്ലോബൽ എൻക്യാപ്പിൽ ഈ വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് ഇതിന് ഫുൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അതല്ല രസം, ഈ വണ്ടി ഇതുവരെ ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്സ് കിട്ടിയിരിക്കുന്ന അഡൽ സേഫ്റ്റി വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അതുകൊണ്ട് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന ആൾക്കാർക്ക് ചെറിയൊരു പ്രശ്നമായിരിക്കും. 33.72 പോയിന്റ്സ് ആണ് ഇതിന് ഔട്ട് ഓഫ് 34 അഡൽട്ട് സേഫ്റ്റിയിൽ കിട്ടിയത്. ആൻഡ് ചൈൽഡ് സേഫ്റ്റിയിൽ ഔട്ട് ഓഫ് 41 ആണ് കിട്ടിയത്. അത് ഹയസ്റ്റ് അല്ല. നമ്മുടെ ഹാരിയറും സഫാരിക്കൊക്കെയാണ് അത് ഹയസ്റ്റ് ആയിട്ട് വരുന്നത് 45. പക്ഷേ സ്റ്റിൽ ഹാരിയർ സഫാരി ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. അഡൽട്ട് സേഫ്റ്റിയുടെ കേസ് എടുക്കുമ്പോൾ 33.05 പോയിന്റ്സ് ആയിരുന്നു അതിന് ലഭിച്ചത്. ഏതായാലും വിക്ടോറിയസിനും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് അഡൽട്ട് സേഫ്റ്റിയിലും ചൈൽഡ് സേഫ്റ്റിയിലും രണ്ടിലും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം സേഫ്റ്റിയുടെ കാര്യം ഓർത്തും നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടി അത്യാവശ്യം നല്ല സേഫ്, അത്യാവശ്യമല്ല വളരെയധികം സേഫാണ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ലെവൽ 2 ADAS ഒക്കെ ആദ്യമായിട്ട് വരുന്ന ഒരു മാരുതി സുസുക്കി വാഹനം ഇത് തന്നെയാണ്. ഈ വിറ്റാരിലുണ്ട്, പക്ഷെ അത് ഇതുവരെ ലോഞ്ച് ആവാത്തതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എന്തായാലും ഇതാണ് വിക്ടോറിയസിൻ്റെ ഒരു അപ്ഡേറ്റ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അങ്ങോട്ട് ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ കണ്ടൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും താഴെ കമൻസിൽ പറഞ്ഞേക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.